ഹലോ! വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ചിക്കൻ വെച്ചിട്ട് ഒരു അടിപൊളി കറിയാണേ. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം വെച്ച ചിക്കൻ്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നു. കുറച്ചേ ഉള്ളൂ കേട്ടോ. വളരെ കുറച്ച് മാത്രം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതായത് നമ്മളിത് ചെയ്യുന്നത് ഇതിനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ നോർമൽ പൊരിക്കാറില്ലേ, ചിക്കൻ പൊരിക്കാറില്ല, അതുപോലെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. അതായത് നമ്മൾ എല്ലാവരും നോർമൽ രീതിയിൽ എങ്ങനെയാണോ ചിക്കൻ പൊരിക്കുന്നത് ആ രീതിയിലാണ് നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അതൊരു പൊടിക്കൈയാണേ. അപ്പോൾ നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് നമുക്ക് നന്നായി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ആ ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരിച്ചിരി വെളിച്ചെണ്ണ ചേർത്തത്. അപ്പോൾ നമ്മൾ മീൻ പൊരിക്കുമ്പോഴും അതുപോലെ തന്നെ ചിക്കൻ പൊരിക്കുമ്പോഴും ഒക്കെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനങ്ങ് കുഴച്ചെടുക്കുന്നു. അധികം മസാലയൊന്നും വേണ്ട കേട്ടോ. അതായത് മുളക് പൊടിയുടെയും മഞ്ഞപ്പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ഒക്കെ അളവ് കൂടുതൽ വേണ്ട, കുറച്ച് മാത്രം മതി. അപ്പോൾ നമുക്കിതിനെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അധികം നമ്മൾ നോർമൽ പൊരിക്കുന്ന സമയത്ത് നല്ലോണം എണ്ണ ഒഴിച്ചിട്ടാണല്ലോ അതായത് നമ്മുടെ ചിക്കൻ മുങ്ങിക്കിടക്കുന്ന രീതിയിലാണല്ലോ നമ്മൾ എണ്ണ ഒഴിക്കാറ്. പക്ഷേ ഇതിനങ്ങനെ ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ചിക്കനെ നല്ലോണം അങ്ങോട്ട് എന്താ പറയുക ഡ്രൈ ആക്കി എടുക്കണ്ട. ജസ്റ്റ് ഒരു ഹാഫ് എന്താ പറയുക അത് വേകാനേ പാടുള്ളൂ. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കേണ്ടതുള്ളൂ. അതായത് നമ്മുടെ ആ ഒരു കുറച്ച് ചിക്കൻ മൊത്തം ഞാനിപ്പോൾ ഈ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇത്രയും എണ്ണയിലേക്ക് അങ്ങ് ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിക്കൂടെ, നമുക്ക് അത് മൊത്തം അങ്ങ് ഡ്രൈ ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അതായത് ജസ്റ്റ് ഒന്ന് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനെ ഇളക്കി 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 ഒരു പാതി വേവുന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ എല്ലാ ചിക്കനും ഇതിലേക്ക് അങ്ങ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതിനെ ഒന്ന് പാകപ്പെടുത്തി എടുക്കാം. അതായത് ഫ്ലെയിം നമ്മൾ സിമ്മിലിടുന്ന സമയത്ത് ഇത് ആയി കിട്ടാൻ കുറേ സമയമെടുക്കും. മാത്രമല്ല അത്രത്തോളം നമുക്ക് ആകുകയും വേണ്ട. ബാക്കി വേവ് പിന്നീട് ആവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനെ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം അങ്ങ് എന്താ പറയുക ഇളക്കി 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 ഇതിനെ നമുക്ക് പൊരിച്ചെടുക്കാം. ഓക്കെ. അപ്പോൾ ഇത് നല്ല രീതിയിൽ പൊരിഞ്ഞ് കിട്ടണ്ട. ഒരു പാതി വേവിലേ നമുക്ക് കിട്ടേണ്ടതുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറേ വെളിച്ചെണ്ണ ഒഴിക്കരുത്. ഒരു ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഒഴിക്കാവൂ. അപ്പോൾ നമുക്കിതിനെ അങ്ങ് ഇളക്കി ഇളക്കി എന്താ പറയുക അതിനെ ആവശ്യത്തിന് പാകത്തിന് വേവിൽ നമുക്കിതിനെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഞാനിത് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം പൊരിഞ്ഞ് പൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എന്താ പറയുക ആ എണ്ണയിൽ മൊത്തം കടന്നിട്ട് ഈ എല്ലാ ചിക്കനും നന്നായിട്ട് പൊരിയാൻ വേണ്ടിയിട്ടാണ് ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ മസാലയൊക്കെ അടിയിൽ ഇങ്ങനെ പിടിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചീനച്ചട്ടി തന്നെയാണ് ബാക്കി പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പം ആ പരിപാടിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ പിടിച്ച മസാലയൊക്കെ അങ്ങ് ഇളകി വന്നോളും. ഓക്കെ. അപ്പോൾ ഇതായിട്ടുണ്ട്. ഞാൻ ആ ചിക്കനെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഇനി ബാക്കിയുള്ള എണ്ണ നമുക്ക് കണ്ടില്ലേ, ഞാൻ ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക്. ഇനി ബാക്കിയുള്ള എണ്ണ നമുക്ക് ആവശ്യത്തിന് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത് ഞാൻ ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കണ്ടില്ലേ, ഇതിൽ കുറേ അരവൊക്കെ ഇങ്ങനെ പിടിച്ചിരിപ്പുണ്ട്, മസാലയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പം തന്നെ ഇങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ആ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ പച്ച ചെവ ഒന്ന് പോകുന്ന വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഒരു സവോള എടുത്തിട്ടുള്ളൂ. ഒരു മീഡിയം സൈസ് സവോള ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഇളക്കുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, നമുക്ക് ആദ്യം ഇത് വഴറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതായത് നല്ല സെറ്റായി കിട്ടുമല്ലോ, പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കണ്ടമാനം ഉപ്പെടുത്ത് ചേർക്കാൻ പാടില്ല. പിന്നെ നമുക്കൊരു മീഡിയം സൈസ് തക്കാളി കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചത് ഇടാം. കുറച്ച് മല്ലിയിലയും കൂടി മേമ്പൊടിയായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇതിന് നല്ല ബ്രൗൺ കളർ ആവണം. നോർമൽ ചിക്കൻ വയ്ക്കുന്ന പോലെ കുറച്ച് ഇതാവാൻ വേണ്ടി പാടില്ല, നല്ലോണം ബ്രൗൺ ആവണം. അപ്പോൾ ഇതിൻ്റെ ഈ മസാലയൊക്കെ ഇങ്ങനെ ഇളകി വരുന്നുണ്ട്, കണ്ടില്ലേ. നമ്മൾ ചിക്കൻ പൊരിക്കുന്ന സമയത്ത് ഇങ്ങനെ
എന്താ പറയുക പറ്റി പിടിച്ചിരിക്കുന്ന മസാലയൊക്കെ ഇത് വഴറ്റുന്ന സമയത്ത് ഇളകി വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടണം. അതാണ് നമ്മുടെ ഒരു പാകം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു കളറിലാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ഒരു 1½ സ്പൂൺ മുളക് പൊടിയും ഒരു എന്താ പറയുക ഒരു 2 അല്ലെങ്കിൽ 3 സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ഒരു 2-3 സ്പൂൺ ചിക്കൻ മസാലയും ഇട്ട് കൊടുക്കാം. അതായത് ഇത്ര മാത്രമേ ഇടുന്നുള്ളൂ. നമുക്ക് നമ്മൾ ഓൾറെഡി പൊരിച്ച് വെച്ച ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മസാലയിലേക്ക് കണ്ടമാനം പൊടികളുടെ ആവശ്യമില്ല. ജസ്റ്റ് കുറച്ച് കുറച്ചേ വേണ്ടൂ. അതുകൊണ്ടാണ് ആ കുഞ്ഞു സ്പൂണിന് ഞാൻ ഈ പറഞ്ഞ അളവിൽ ഇടുന്നത്. ഇനി നമുക്ക് ഇതിനെ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലോണം എന്ന് പറഞ്ഞാൽ നല്ലോണം മൂപ്പിച്ചെടുക്കണം. കരിയാൻ പാടില്ല. നല്ലോണം മൂപ്പിച്ചെടുക്കുക. അപ്പം മൊത്തത്തിൽ നമുക്ക് നല്ലൊരു കളറ് കിട്ടണം. വെളുത്തിരിക്കാൻ വേണ്ടി പാടില്ല. വെളുത്തിരുന്ന കറിയുടെ സെറ്റപ്പേ പോയി. അപ്പോൾ നമ്മുടെ ആ പൊടിയൊക്കെ നന്നായിട്ടങ്ങ് മൂക്കുന്ന വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അടി പിടിക്കാതെ നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇനി ചെയ്യാനുള്ളത് നമ്മുടെ പൊരിച്ച് വെച്ച ചിക്കനെ അങ്ങ് ഈ മസാലയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു. ഇനി അതിനെ ഒന്ന് മൊത്തത്തിൽ മിക്സ് ആക്കി എടുക്കണം. അപ്പം ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ഇതിനെ പകുതിയേ വേവിച്ചിട്ടുള്ളൂ. ഇനി കുറച്ച് വേവും കൂടി ഇതിന് ബാക്കിയുണ്ട്. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പം നമുക്ക് ഈ ചിക്കനെയും മസാലേനെയൊക്കെ അങ്ങ് നന്നായിട്ട് അങ്ങ് കുഴച്ച് സെറ്റപ്പ് ആക്കി എടുക്കാം. കണ്ടില്ല? അപ്പം നമ്മളുടെ കുറച്ച് മസാലയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട് ചീനച്ചട്ടി പറ്റി പിടിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു അരമുറി തേങ്ങയുടെ പകുതി തേങ്ങ അരച്ച് അതിൻ്റെ പാലെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ചാറ് കാണുന്നത്. ഇപ്പം കണ്ടില്ലേ കറി നല്ല ഗ്ലാമറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ദാ ബാക്കി പാതി വേവും കൂടി ആയി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതിനങ്ങ് ഇളക്കി 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 നല്ല എന്താ പറയുക കുഴ പരുവാകുന്ന വരെ ചെയ്യുക. അതായത് ഈ ചാറ് വേണമെന്നുള്ളവർക്ക് ചാറാക്കാം കേട്ടോ. പക്ഷേ ഇതിനെ കുറച്ചും കൂടി അങ്ങ് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതിന് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു എരിവും അതുപോലെ തന്നെ ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ഒരു ചെറു മധുരവും അതുപോലെ നമ്മൾ എന്താ പറയുക ഈ ചിക്കനെ പൊരിച്ചിട്ടാണല്ലോ ഇത് വെച്ചത്. അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കാരണം ഒരു രക്ഷയില്ല. ഞാൻ ഇതാക്കുമ്പോൾ തന്നെ ആരും ദിവസം വന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ചിക്കു ഭയങ്കരമായിട്ട് സ്മെല്ല് വരുന്നുണ്ട്, എനിക്ക് വേഗം ഒന്ന് ചോറ് താന്ന്. അപ്പോൾ ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും അതുപോലെ തന്നെ പൊറോട്ടയുടെ ഒക്കെ കൂടെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ചേർത്തിട്ട് ചിക്കൻ പൊരിച്ചിട്ട് വെച്ച ചിക്കൻ്റെ കറി പൊളിയാണ്, പൊളി. നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതിൻ്റെ ഒരു ചെറിയ മധുരവും ചെറിയ ഒരു എരിവും ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ പറയുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.